അല്ല, നീ ഉറങ്ങിയില്ലായിരുന്നു? മിണ്ടരുത് നിങ്ങള്, വൃത്തികെട്ട മനുഷ്യൻ. നാണില്ലല്ലോ നിങ്ങക്ക്? പോത്ത് പോലെ വളർന്നു, എന്നിട്ടും ബേസിക് മാനേഴ്സ് അറിയില്ല. കണ്ടവന്റെ കത്ത് വായിക്കാൻ വന്നിരിക്കുന്നു. ഭാരതി, ഞാൻ വെറുതെ ഒരു രസത്തിന്. വെറുതെ രസോ? മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോ കള്ളനെ പോലെ പതുങ്ങി എഴുന്നേറ്റ് വന്ന് കാണിക്കുന്ന തോന്നിയസാണോ നിങ്ങൾക്ക് ഈ രസം? അനാവശ്യം പറയരുത്. ഞാൻ നിന്റെ അടുത്ത് എന്ത് തോന്നിയസാ കാണിച്ചത്? അത് മനസ്സിലായില്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും മനസ്സിലാക്കിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ തോന്നിവാസമാ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി. അറിയാമോ നിങ്ങൾക്ക്? കണ്ണടച്ച് തുറക്കുമ്പോ ഒരുത്തന്റെ ഭാര്യയായി മാറേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ വേദന നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതാകണമെങ്കിൽ ഈ നെഞ്ചില് ചുമന്നുകൊണ്ട് നടക്കുന്ന പാറക്കല്ലിന്റെ സ്ഥാനത്ത് ഒരു ഹൃദയം വേണം. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള മനസ്സ്. മതി, ഇതിൽ ഇത്ര പറയാൻ എന്താ ഉള്ളത്? എന്തൊക്കെയാണ്, ഞാൻ നിന്റെ ഭർത്താവാ. നിനക്ക് എഴുത്തയച്ചത് ആരാണെന്ന് എനിക്ക് അറിയണം. അതെന്റെ അവകാശമാ. കാരണം കുറെ നാളായി ഞാൻ നിന്നെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുക. ഇനിയും വിഡ്ഢിവേഷം കിട്ടാൻ തയ്യാറല്ല ഞാൻ. ഓഹോ, അത് ശരി. അപ്പൊ ഈ കത്തയച്ചത് എന്റെ കാമുകനാണോന്നാണ് നിങ്ങളുടെ സംശയം? ഞാൻ സംശയിക്കുന്നതാണോ തെറ്റ്? അല്ലെങ്കിൽ പിന്നെ നീ എന്താ ഇത് മറച്ചു പിടിക്കുന്നത്? തെറ്റ് ചെയ്തവർക്കെ ഒളിക്കാനും മറക്കാനും ഭയക്കാനും കാര്യമുള്ളൂ. ശരി ശരി, ഇത് എഴുതിയത് ആരാണെന്നല്ലേ? തൽക്കാലം നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ പറയാം. എന്റെ കാമുകൻ തന്നെയാ. കുറെ വർഷങ്ങളായി ഞങ്ങൾ പ്രേമത്തിലായിരുന്നു. ഇപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ ഒരു ചതിക്കുഴിയിൽ വീണതിന് ശേഷം തമ്മിൽ കാണാനോ മിണ്ടാനോ അവസരം ഇല്ലാതെയായി. എന്നാലും പരസ്പരം ഇഷ്ടപ്പെട്ടു പോയവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിയണമല്ലോ, അന്വേഷിക്കണമല്ലോ. അതുകൊണ്ട് എഴുതിയതാ ഈ കത്ത്. വേണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്താ, കേൾപ്പിക്കട്ടെ? വേണ്ട വേണ്ട, കേൾക്കണ്ട എനിക്ക്. വേണ്ടെങ്കി വേണ്ട. അറിയാനുള്ളതൊക്കെ അറിഞ്ഞല്ലോ, പറയാനുള്ളതൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇക്കാര്യം ചോദിച്ചോണ്ട് വരരുത്. എനിക്ക് ഉറങ്ങണം. സാർ, ആ പെമ്പിള്ളാരെ കണ്ടുപിടിക്കുക ഒരു വഴി തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? വഴി പെരുവഴിയാണാ? പെരുവഴി ഒരു വഴിയാടോ. പഴഞ്ചൊല്ലുണ്ടാക്കിയവൻ അത് അറിയാത്തോണ്ടാ. ആ വാസ്റ്റ് ചുമ്മാ സസ്പെൻസ് ഇല്ലാത്ത കാര്യം പറ സാറേ. നമ്മളെന്തിനാ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയത്? കാര്യമുണ്ട്. ഞാനോ താനോ വിചാരിച്ചാൽ ദർശനയും സൗഭാഗ്യയും കണ്ടുപിടിക്കാൻ പരിധികളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന് പ്രധാന കാരണം നമുക്ക് ഈ നാടത്ര പരിചയം പോരാ എന്നതാണ്. നാട്ടുകാരെയും പരിചയക്കുറവുണ്ട്. സത്യം പറഞ്ഞാൽ ഈ രാധ നമ്മുടെ മൂക്കിന് കീഴിൽ ഒളിച്ചാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാ അവസ്ഥ. അതിനെ പറ്റി ഒരാളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ വരുന്നയാൾ നമ്മളെപ്പോലെയല്ല. ഈ നാട്ടിൽ നിറയെ ബന്ധങ്ങളുണ്ട് അയാൾക്ക്. ഒരുപാട് ഇവന്റുകൾ നടത്തുകയും ഒരുപാട് പേരെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അയാൾ. ഓഹോ, ആരാ ആ മഹാൻ? സാറിന് ഇത്ര ഇംപ്രസ് ചെയ്ത ആ മഹാന്റെ പേരെന്താ? ആളാ വരുന്നത് തന്നെയാ. അമ്മ ഇവന്റ്സിലെ പ്രസാദ്. ആഹാ, ഇയാളാണ്. തീർച്ചയായിട്ടും ഇയാൾക്കറിയാതിരിക്കൂല. സാറിന്റെ ചോയ്സേ സൂപ്പറാ.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് പ്രസാദ്. രാവിലെ സാർ വിളിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ തയ്യാറെടുക്കായിരുന്നു. 5 മിനിറ്റ് മതിയെന്ന് സാർ പറഞ്ഞതുകൊണ്ടാ ഇതുവഴി വന്നത്. ഞാൻ നിങ്ങളെ ലേറ്റാക്കുമൊന്നും അല്ല പ്രസാദ്. വളരെ വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. അയ്യോ സാരമില്ല സർ, കാര്യം പറഞ്ഞോളൂ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ടോ. തൽക്കാലം ഞാൻ ചുരുക്കി പറയാം. എൻ്റെ കുറച്ച് ബന്ധുക്കളെ, കൂടപ്പിറപ്പുകളെ എന്ന് തന്നെ പറയാം, 3 പെൺകുട്ടികളെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ എവിടെ പോയി എന്ന് ഇതുവരെയും അറിയില്ല. അവരുടെ 1-2 ഫോട്ടോകൾ മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. പഴയ ഫോട്ടോ വെച്ച് പുതിയ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കണം സർ? പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോൾ എല്ലാവരും വലുതായി മുഖച്ഛായ തന്നെ മാറിക്കാണില്ലേ? കറക്റ്റാ. പക്ഷേ ഇവിടെ ആ വിധിയുടെ നിയോഗം എന്ന് പറയേണ്ടത്. തന്റെ അനിയൻ ഹരിയുടെ സുഹൃത്തില്ലേ ആര്യ എന്ന ചിത്രകാരി, ആ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്തു കറക്റ്റ് സമയത്ത്. ആഹാ, അത് കൊള്ളാലോ. ആര്യ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അവള് വലിയ അനുഗ്രഹങ്ങളും കഴിവുകളും ഉള്ള കുട്ടിയാണ് പ്രസാദ്. ഓ, കാണാതെ പോയ ആ കുട്ടികളുടെ പഴയ ഫോട്ടോ നോക്കി അവരുടെ ഇന്നത്തെ രൂപം ആര്യ എനിക്ക് വരച്ചു തന്നു. ഏയ് അത് വെറുതെ. അങ്ങനെയൊക്കെ സാധിക്കോ? ആരുടെങ്കിലും ചിത്രം വരച്ചതെന്ന് അവള് കുസൃതി കാണിച്ചതാവും. ഏയ് അല്ലടോ, അതിലൊരാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. കൃത്യം ഡിറ്റോ അതുപോലെ തന്നെ ആര്യ വരച്ചു തന്നത്. ആഹാ, ആണോ? അത് വലിയ അത്ഭുതമാണല്ലോ. അല്ല, ഇക്കാര്യത്തിൽ ഞാനെന്താ ചെയ്യേണ്ടെന്ന് സാറ് പറഞ്ഞില്ലല്ലോ. താൻ ആ ചിത്രങ്ങളൊന്ന് കാണണം. 3 പെൺകുട്ടികളിൽ ആരെയെങ്കിലും താൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് തീർച്ചയാ. നോക്കി നിൽക്കാതെ ചിത്രങ്ങളും എടുത്തോണ്ട് പാടോ. ഇതാണ് ഏറ്റവും ഇളയ ആള്, സൗഭാഗ്യ. ഒന്ന് ആലോചിച്ച് നോക്ക്. ദാ ആളെ പ്രസാദ് എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കണ്ടിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടു മറന്ന ആരുടെയോ ചായ തോന്നുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല സർ. ഓ, ഇറ്റ്സ് ഓക്കെ. വേറെ 2 പേരുടെ പടം കൂടിയുണ്ട്. അതും കൂടി പ്രസാദം നോക്കി നോക്ക്. എന്തായാലും ഈ കുട്ടിയെ പ്രസാദ് കണ്ടിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. പ്ലീസ് ഹാവ് എ ലുക്ക്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോ സൂക്ഷിച്ച് നോക്ക്. ഇതും നല്ല പരിചയമുണ്ട് സാർ. പക്ഷേ ഇല്ല, പെട്ടെന്ന് പിടികിട്ടുന്നില്ല. രാധയുടെ ചിത്രം ആര്യ വരച്ചിരുന്നല്ലോ, അതുകൂടി ഒന്ന് കാണിച്ചു നോക്കാം. ആ പ്രസാദ്, ഒരെണ്ണം കൂടിയുണ്ട്. ആ കുട്ടിയെ ഞാൻ തന്നെ ഇവിടെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് മിസ്സായതാ. എന്തായാലും പ്രസാദ് ആ ചിത്രം കൂടി ഒന്ന് കാണണം. അതിനെന്താ, കാണിച്ചോളൂ സാർ. ആ ചിത്രം കൂടി ഇങ്ങ് എടുക്കണോ? അത് 2 ചിത്രങ്ങളെ വണ്ടിയിലുള്ളൂ. അത് താനാണോ തീരുമാനിക്കുന്നത്? യൂസ്ലെസ് ഫെലോ. മാറും.
ഏയ് താനത് എവിടെ കൊണ്ടുപോയി കളഞ്ഞോ? 3 ചിത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ കാറില്. എനിക്കറിയില്ല സാർ, ഞാൻ കണ്ടില്ല. അറിയില്ല, കണ്ടില്ല, പിന്നെ എന്താ സൂക്ഷിക്കാനാ താനീ നടക്കുന്നത്? ഞാനല്ല സാർ, സാറ് എന്നെ ഇവിടെ വച്ചതായിരിക്കും. ഏയ് മിണ്ടരുത് താൻ. സർ പ്ലീസ് സർ, ഇതൊരു പബ്ലിക് പ്ലേസാ. പിന്നെ ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ പ്രസാദ്? ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എവിടെയെങ്കിലും മറന്നു വെച്ചതാവും സാർ. എന്തായാലും സാരമില്ല, പിന്നെ കാണിച്ചാൽ മതി. ഇപ്പോഴീ 2 പടങ്ങളും ഫോട്ടോ എടുത്ത് മൊബൈലിൽ സെൻഡ് ചെയ്തേക്ക്. മറ്റേത് കിട്ടുമ്പോൾ മതി. ഇനി ലേറ്റായ എൻ്റെ മീറ്റിംഗ് മിസ്സാവും സാർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. താങ്ക് യു പ്രസാദ്, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ബൈ. സത്യമായിട്ട് ഞാൻ തൊട്ടിട്ടില്ല സാർ. വേറെ ആരെങ്കിലും ഒരിക്കൽ എടുത്ത് മാറ്റിയത്. എനിക്കറിയാം ഇത് ചെയ്തത് ആരാണെന്ന്. വെറുതെ വിടില്ല ഞാൻ. അത് പെറ്റമ്മയായാലും അങ്ങനെ തന്നെ. നീ ഇത് കുറെ നേരം ആയല്ലോ ഇവിടെ വന്നിരിക്കുന്നു. ഇന്നെന്താ ക്ലാസ്സിന് പോയില്ലേ? എന്ത് പറ്റി നിനക്കിപ്പോ? എക്സാം അടുത്തോ? ഇപ്പൊ സ്റ്റഡി ലീവാ. ആ ആഹാ, എന്നിട്ടാണ് ഈ പഷ്ണി അടക്കല്? ആരത്തി രാവിലെ മുതൽ പഷ്ണി അഞ്ജലി. ഞാൻ കൊണ്ടുകൊടുത്ത ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും അതേപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. ഓഹോ, അത് ശരി. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്കി പിന്നെ ഇന്ന് ഇവിടെ പിടിച്ചു കിടത്തി ഊട്ടിച്ചിട്ട് തന്നെ കാര്യം. സീതമ്മേ, പിടിക്കുവിളെ. വാ വരാൻ. എനിക്ക് ഇങ്ങോട്ട് വേണ്ട ചേച്ചി, എനിക്ക് എണീറ്റേ വാ. എനിക്ക് വേണ്ട. വന്നേ. ആഹാ, ദാ മുരളി വന്നല്ലോ. എന്നാ പിന്നെ ഇവര് രണ്ടുപേരും കൂടെ കഴിക്കട്ടെ. ആ, ഇന്നെന്താ മുരളി നേരത്തെ? ഓട്ടം തീരെ കുറവായിരുന്നു കേട്ടത്തി. ആകെ കിട്ടിയ 2 എണ്ണം. ഇവിടെ ജംഗ്ഷൻ വരെയും അപ്പുറത്തെ പള്ളി വരെയാ. എന്നാ പിന്നെ ഇവിടെ കയറി ഊണ് കഴിച്ചിട്ട് സ്റ്റാൻഡിൽ പോവാന്ന് വിചാരിച്ചു. അത് നന്നായി. മുരളി കൈ കഴുകിയിരുന്നോ? ഞങ്ങൾ പെട്ടത് 2 പപ്പടം കൂടി പൊള്ളിച്ചോണ്ട് വരാം ഇപ്പൊ. മോളെ, നീ മുരളിക്ക് ചോറ് വിളമ്പി കൊടുക്ക. ഞങ്ങളിപ്പോ വരാം. ആരതി, എന്താ? ചോറ് വിളമ്പുന്നില്ലേ? എനിക്ക് വിശക്കട്ടെ, അപ്പൊ ഞാൻ വിളമ്പിക്കോളാം. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണോ? നിങ്ങൾ വെയിറ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം. എനിക്കിപ്പോ ഓട്ടോ ഡ്രൈവർ മുരളി 3 നേരം ആഹാരം കഴിക്കുന്നത് കണ്ടാലേ മനസ്സ് നിറയൊന്നൊന്നുമില്ല. മറിച്ച് ശല്യമാണെന്ന് തോന്നും. ശല്യോ? അതെ, രാത്രി മുഴുവൻ നിങ്ങളുടെ ഈ തിരുമുഖം ദുസ്വപ്നം പോലെ കണ്ടിട്ട് സഹി കെട്ടിട്ടിരിക്കുവാ ഞാൻ. പകലും എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? എന്നെ ശല്യപ്പെടുത്താനാണോ? അത് കൊള്ളാം. ഞാനിപ്പോ ഇത്തിരി ആഹാരം കഴിക്കാൻ വന്നതാണോ നിനക്ക് ശല്യമായത്? അതെ,
ഇവിടെ വന്ന് എന്റെ കൈകൊണ്ട് വിളമ്പിയാലേ നിങ്ങൾക്ക് നിറയുള്ളൂ എന്ന എന്റെ ചോദ്യം. വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ കയറി കഴിച്ചിട്ട് തിരിച്ചു പോയാ പോരെ. മറ്റുള്ളവരിങ്ങനെ മെനക്കെടുത്തുന്ന എന്തിനാ? ആരതി, നീ എന്ത് ഭർത്താവാടി മുരളിയോട് പറയുന്നേ? ഭർത്താവ് എങ്ങനെയാ ഭാര്യയ്ക്ക് ശല്യമാവുന്നത്? ചേച്ചി ഇതിൽ ഇടപെടരുത് പ്ലീസ്. ചേച്ചി ഇടപെടണ്ടേ? അതെന്താ കാര്യം? നീ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണോന്ന് തിട്ടൂരം വല്ലതും പുറത്തിറക്കിയിട്ടുണ്ടോ ഈ വീട്ടില്? വിശന്നു വലഞ്ഞ് ആഹാരത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളോട് നിന്ദിക്കുന്ന വർത്തമാനം പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? എനിക്ക് അത്ഭുതം. എനിക്ക് ഇയാളെ കാണുന്നത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, എനിക്ക് വെറുപ്പാ. വേണ്ട ഏട്ടത്തി, ആരതി ഒന്നും പറയണ്ട. അവളുടെ മനസ്സ് നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല. അത് പറയാൻ നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കിയാൽ മാത്രം മതി ഈ വീട്ടില്. നിന്റെ കാര്യം പറയാൻ മുരളിക്ക് ഒരു അവകാശമില്ല ഈ വീട്ടിൽ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് മുരളി, വെറും ഒരു അന്യ പുരുഷനല്ല. ഒരു താലി, ആ സാധനം വലിച്ചു പൊട്ടിച്ച് മുഖത്തേക്ക് എറിഞ്ഞാ തീരോ ഈ ഭാരം? എങ്കിലത് ചെയ്യാൻ ഞാൻ ചെയ്യാം. ഇത് കെട്ടിപ്പോയതിന്റെ ഒറ്റ പേരില്ല ഇയാളെ ഞാൻ ചുമക്കേണ്ടി വരുന്നതെങ്കിൽ എനിക്കിത് വേണ്ട. ഏട്ടത്തി, എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത്? എന്ത് കാരണത്തിന്? നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയെന്ന്? എന്നെ തല്ല നിങ്ങൾക്ക് ആരാ അവകാശം തന്നെ? ആരാ നിങ്ങൾ? എന്റെ പെറ്റമ്മയാണോ? അല്ലല്ലോ. മോള് കുറെ ആയി ഈ മോളെ വിളി കേൾക്കുന്നു. കുറെ നാളായി നിങ്ങൾ എന്നെ പറ്റിക്കുന്നു. ഇനി ഞാനത് സമ്മതിച്ചു തരില്ല. എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ രക്തബന്ധം. ഞാൻ ആവുന്നത്ര പറഞ്ഞതാ എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന്. സമ്മതിച്ചില്ല. എല്ലാരും കൂടി എന്റെ തലയിൽ പിടിച്ചു വെച്ച് തന്നു ഇയാളെ. എന്റെ ജീവിതം ഏത് നാശക്കടലിൽ പോയി മുങ്ങിയാലും നിങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ ജീവിക്കണം, സന്തോഷിക്കണം. അതിനു വേണ്ടി എന്റെ ജീവിതമാ നിങ്ങൾ കുരുതി കൊടുത്തത്. എന്നിട്ടിപ്പോ തല്ലാനും ചട്ടം പഠിപ്പിക്കാനും വന്നേക്കുന്നു. എന്തൊക്കെയാ ആരതി നീ പറയുന്ന? നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ അഞ്ജലി നീ നിമിഷം വരെ? നിങ്ങൾ ശബ്ദിക്കാൻ പാടില്ല. എന്റെ അച്ഛനും അമ്മയും പണ്ടേ മരിച്ചു പോയതാ. ആ സ്ഥാനത്തേക്ക് കയറി നിൽക്കാനും എനിക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരാളെ തലയിൽ കെട്ടിവെച്ച് തരാനും ഒരാളെ സമ്മതിക്കില്ല ഞാൻ. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലെന്ന് ഓർത്താ എല്ലാവർക്കും കൊള്ളാം.
ആരതി, ഇനിയെങ്കിലും നീ മതിയാക്ക. എന്റെ പേരിൽ നിങ്ങളെ കൂടപ്പിറപ്പുകൾ തമ്മിൽ കലഹിക്കുന്നത് മോശമാ. ഇനി എന്ത് മോശം വരാനാ? നിങ്ങളുടെ പേരിൽ തന്നെയാ ഇപ്പൊ ഈ നടക്കുന്ന വഴക്ക് മുഴുവൻ. എന്തിന്റെ പേരിലായാലും ആര് കാരണത്താലായാലും വല്യേച്ചി ഇങ്ങനെ പറഞ്ഞത് മോശമായി പോയി കുഞ്ഞേച്ചി. കുഞ്ഞേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാ വല്യേച്ചി സ്വന്തം ജീവിതം പോലും മറന്നിട്ട് പ്രസാദേട്ടനെ കല്യാണം കഴിച്ചത്. ഓ, ഇനി ആ കഥ കൂടെ ഇവിടെ ചെലവാക്കാൻ നോക്കണ്ട. ചിലവാകില്ലത്. കഥയോ? അതെ, കഥ തന്നെ. പ്രസാദേട്ടനെ കല്യാണം കഴിക്കുന്ന ദിവസം ആദ്യം കണ്ടതൊന്നും അല്ലല്ലോ നിന്റെ വല്യേച്ചി. നേരത്തെ പരിചയം ഉണ്ടായിരുന്നതാ. പരിചയം മാത്രമല്ല, രണ്ടുപേരും തമ്മിൽ പ്രേമത്തിലുമായിരുന്നു.